ദൈവം അബ്രാഹാം എന്ന തന്റെ ദാസന്റെ വിശ്വാസം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം അബ്രാഹാമിനോട് തന്റെ ഏകപുത്രനായ ഇസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശം എന്ന സ്ഥലത്തേക്ക് പോകാനും അവിടെ ഹോമയാഗമായി അർപ്പിക്കാനും കൽപ്പിച്ചു. അബ്രാഹാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പുലർച്ചെ എഴുന്നേറ്റ് ഇസ്ഹാക്കിനെയും 2 ദാസന്മാരെയും കൂട്ടി യാത്ര തിരിച്ചു. 3-ാം ദിവസം അവർ ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു. അബ്രാഹാം ദാസന്മാരെ അവിടെ നിർത്തി ഇസ്ഹാക്കിനോടൊപ്പം മലമുകളിലേക്ക് കയറി. യാഗത്തിനുള്ള വിറകുകൾ ഇസ്ഹാക്കിന്റെ മേൽ ചുമത്തി. വഴിയിൽ ഇസ്ഹാക്ക് ചോദിച്ചു, അപ്പാ, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള കുഞ്ഞാട് എവിടെയാണ്? അബ്രാഹാം മറുപടി പറഞ്ഞു, മകനേ, ദൈവം തന്നെ യാഗത്തിനുള്ള കുഞ്ഞാടിനെ ഒരുക്കും. അവർ യാഗപീഠം പണിതു, വിറകുകൾ അടുക്കി, ഇസ്ഹാക്കിനെ കെട്ടി പീഠത്തിന്മേൽ വെച്ചു. അബ്രാഹാം തന്റെ മകനെ ബലിയർപ്പിക്കാൻ കത്തി എടുത്തപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ആകാശത്തുനിന്ന് വിളിച്ചു, അബ്രാഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണെന്ന് ഇപ്പോൾ ഞാൻ അറിഞ്ഞു. നിന്റെ മകനെപ്പോലും എനിക്കായി നീ തടഞ്ഞുവച്ചില്ല. അപ്പോൾ അബ്രാഹാം നോക്കിയപ്പോൾ കുറ്റിക്കാട്ടിൽ കൊമ്പുകൾ കുടുങ്ങിയ ഒരു ആട്ടുകൊറ്റനെ കണ്ടു. അവൻ അതിനെ എടുത്ത് ഇസ്ഹാക്കിനു പകരം ഹോമയാഗമായി അർപ്പിച്ചു. ദൈവം അബ്രാഹാമിനെ അനുഗ്രഹിച്ച് പറഞ്ഞു, അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽത്തീരത്തെ മണൽത്തരികളെപ്പോലെയും വർദ്ധിക്കും. അവന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. ഈ കഥയുടെ പ്രധാന സന്ദേശം ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസവും അനുസരണവും. അബ്രാഹാമിന്റെ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കുകയും അവനെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്തു.